JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സംഭാഷണത്തിൻ്റെ അർത്ഥവത്തായിട്ടുള്ള ഈ വേദിയിൽ ഔസേപ്പച്ചനുമായുള്ള അനുസ്യൂതമായ പ്രവാഹത്തിലേക്ക് ഞങ്ങൾ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. ഔസേപ്പച്ചൻ വീണ്ടും കൊടുമുടി കയറുകയാണ്. ഞങ്ങളെല്ലാം വിചാരിച്ചു എവറസ്റ്റ് കയറി കഴിഞ്ഞു. ഇല്ല, ഔസേപ്പച്ചന് വീണ്ടും എവറസ്റ്റുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ എവറസ്റ്റുകൾ ഔസേപ്പച്ചൻ സൃഷ്ടിച്ചു. ആകാശദൂതാണ് ഒരു പക്ഷേ ഔസേപ്പച്ചൻ്റെ മനസ്സിലെ എല്ലാ ഭാവങ്ങളെയും, തീക്ഷ്ണമായ ഭാവങ്ങളെയും പുറത്തേക്ക് വന്നു. മനുഷ്യാവസ്ഥയുടെ ഏറ്റവും ദയനീയമായിട്ടുള്ള ആ വകഭേദങ്ങളെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് സംഗീതത്തിൽ സ്പർശിച്ചു. ഔസേപ്പച്ചൻ കരഞ്ഞു. ഒരു പാട്ടുകൊണ്ടാണ് ഒരു സിനിമ രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ ഈ പാട്ടിനെ അങ്ങ് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഈ സിനിമ നമ്മൾ വിചാരിച്ച, നമ്മൾ കണ്ട ഈ വിജയം കൊയ്യില്ലായിരുന്നു. അതെല്ലാ പടങ്ങൾക്കും അത്തരം ഒരു അത് ഈ പാട്ടില്ലായിരുന്നെങ്കിൽ ഈ സിനിമ വിജയിക്കില്ല എന്ന് പറയുന്നത് അത് നമുക്ക് ഞാൻ എൻ്റെ ഒരു ആത്മനിഷ്ഠമായിട്ട് പറയുന്നതാണ്. പക്ഷേ ഈ പാട്ടല്ലാതെ കണ്ട് മറ്റൊരു പാട്ട് ഈ സിനിമയ്ക്ക് ചേരത്തില്ലായിരുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ സത്യം. കാരണം ഇതിൻ്റെ സംവിധായകൻ സിബി, ഇതിനു വേണ്ടി ഞാൻ 1-2 ട്യൂണുകൾ വേറെ ഇട്ടു. പക്ഷേ ഈ ഒരു ട്യൂൺ വന്നപ്പോൾ ദേ ഷുഡ് ആക്സെപ്റ്റ് അല്ലേ? അവിടെയാണ് ഞാനല്ലല്ലോ ഒരു പടത്തിന് വേണ്ട പാട്ട് തീരുമാനിക്കുന്നത്. ഞാൻ പാട്ടുകൾ ഉണ്ടാക്കുന്നു, അത് ഈ പാട്ട് ഈ പടത്തിന് എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ സംവിധായകനാണ്. സംവിധായകനും അതിൻ്റെ ബാക്കി സ്ക്രിപ്റ്റ് എഴുതുന്നവരെല്ലാവരും കൂടിയിട്ടാണല്ലോ തീരുമാനിക്കുന്നത്. കാരണം അവർക്ക് വേണ്ട പാട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്, ആവശ്യക്കാരവരാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് എന്നിൽ നിന്ന് തിരഞ്ഞെടുത്തു. അപ്പോൾ ഔസേപ്പച്ചൻ എത്ര ട്യൂൺ ഇട്ടു ഈ പാട്ടിന് വേണ്ടി? ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ഇതിനു മുമ്പ് ഇല്ല, അധികം ട്യൂണൊന്നും ഇട്ടില്ല. പക്ഷേ മൂഡ് എനിക്ക് പറഞ്ഞു തന്നു. മൂഡ് പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് ഈ സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് വല്ലാണ്ട് ഹൃദയസ്പർശിയായിട്ടുള്ള, എന്നെ വളരെയധികം എന്താ പറയുക, ഇത് പക്ഷേ ഔസേപ്പച്ചൻ ജീവിച്ച സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട പല ആ പ്രദേശത്തിൽ പോലും ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഒരുപാടുണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്ത്യൻ ആംബിയൻസ്, അതെല്ലാം കൂടി വരും. ക്രിസ്ത്യൻ ആംബിയൻസ് മാത്രമല്ല, നമ്മളത് ഒരു ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ വന്നാൽ ഉണ്ടാകുന്ന ഒരു ഇത്. പിന്നെ അവർ ഓഫ് കോഴ്സ് ഷീസ് എ വയലിനിസ്റ്റ്. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ആ പടത്തിൽ ഒരുപാട് സബ്ജക്റ്റ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മേ ബി ദ സെക്കൻഡ് ട്യൂൺ, ഫസ്റ്റ് ഒരു ട്യൂൺ എന്തോ ഉണ്ടാക്കി, എനിക്ക് ഓർമ്മയില്ല. രണ്ടാമതിട്ട ട്യൂൺ സിബി കേട്ടിട്ട് ആ ഫസ്റ്റ് പല്ലവി ഞാൻ ട്യൂണാണ് ആദ്യം ഇട്ടത്. അതിനുശേഷം വരികൾ, എന്ത് മനോഹരമായിട്ടുള്ള വരികളാണത്. ആ സിറ്റുവേഷന് അല്ലേ, പുൽക്കൂട്ടിലെ കിളി കുഞ്ഞുറങ്ങുവാൻ താരാട്ട് പാടുന്നതാരോ എന്നൊക്കെ ചോദിക്കുന്ന ONV സാറിൻ്റെ ആ ഒരു വരികളും കൂടി വന്നപ്പോഴാണ് അതിൻ്റെ ഡെപ്ത്. പക്ഷേ വരികൾ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ സംഗീതത്തിൻ്റെ ഡെപ്ത് സിബി ശരിക്ക് തിരിച്ചറിഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ അത് സിബിക്കും കൂടി ഡയറക്ടറിനും കൂടി അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് അതിൻ്റെ വിജയം. ഈ പടത്തിൻ്റെ ഇതെല്ലാം ചെയ്യുമ്പോൾ അതിനുശേഷം റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ഈ പടം കണ്ടപ്പോഴും ഔസേപ്പച്ചൻ താർന്നുപോയി. അല്ല, ഈ പടം റെക്കോർഡിങ് കഴിഞ്ഞ് കാണുമ്പോഴൊന്നും, ഈ പടത്തിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനല്ല, എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരും ഇങ്ങനെ ഇമോഷണൽ എന്ന് പറഞ്ഞാൽ ടു ദ ഹൈറ്റ് ഓഫ് ഇറ്റ്. എല്ലാവരും പാടിക്കൊണ്ട് ഈ കണ്ടക്ട് ചെയ്യുന്ന ആൾ, അതായത് ശാരീരികമായിട്ട് എന്താ പറയുക, അധ്വാനം ചെയ്യുന്ന ആളാണ് കണ്ടക്ട് ചെയ്യുന്ന ആൾ. ഇദ്ദേഹത്തിൻ്റെ ഷർട്ട് മുഴുവൻ നനഞ്ഞു, വേർത്തിട്ടല്ല, കണ്ണിൽ നിന്നുള്ള വെള്ളം വീണിട്ട്. പടം റീ റെക്കോർഡിങ് കണ്ടക്ട് ചെയ്യാണ്. ഈസ് എ തമിലിയൻ. ഓരോ പ്രാവശ്യവും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറോടെ ആ സീൻ അങ്ങോട്ട് കാണുക, ഹെഡ്ഫോണിൽ ഡയലോഗ് കേട്ടിട്ട് അദ്ദേഹം കണ്ടക്ട് ചെയ്യുമ്പോൾ വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ കോറസ് പാടാൻ വന്ന പെണ്ണുങ്ങളുണ്ട്, അവർ പാടാനുള്ള സമയത്ത് വന്ന് പാടും ഹെഡ്ഫോൺ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത റീലിടുമ്പോൾ റീല് തുടങ്ങി പ്രശ്നമാണെന്ന് കാണുമ്പോഴേക്കും എല്ലാവരും ഓടും പുറത്തേക്ക്. കാരണം ദേ കാൺ വിത്ത്സ്റ്റാൻഡ് ദാറ്റ്. ഔസേപ്പച്ചൻ കരഞ്ഞില്ലേ? തീർച്ചയായിട്ടും. ഐ ഹാവ് ക്രൈഡ്. എൻ്റെ മനസ്സൊക്കെ ഇങ്ങനെ ചങ്കൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇത് അന്നല്ല, ഇപ്പോൾ കണ്ടാലും ചിലപ്പോൾ അതേ അവസ്ഥ തന്നെ ഉണ്ടാകും. ഇതെപ്പോഴും അതൊരു ചില പടത്തിൻ്റെയും ചില സബ്ജക്റ്റും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൻ്റെ നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെല്ലാവരും റിലേറ്റ് ചെയ്യുന്ന ചില സബ്ജക്റ്റുകൾ വരുമ്പോഴാണ് അത് ഉണ്ടാകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് വെരി ഹാർഡ് കോർ. ഹാർഡ് കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ
കട്ടിയുള്ളതല്ല, വളരെ ലൈറ്റാണ്. വെരി ലൈറ്റ്, മനസ്സിൻ്റെ ഏറ്റവും മൃദുവായിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മളെ പെട്ടെന്നത്, മറ്റത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മൾ മറന്നു കളയും. പക്ഷേ ഇത് വളരെ സ്വീറ്റാണ്. ഈ പാട്ടൊരു പക്ഷേ ഔസേപ്പച്ചനെ ഒരുപാട് കാലം വേട്ടയാടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഇത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നുമില്ല. അത് ഔസേപ്പച്ചൻ എങ്ങനെയാണ് ഗായകരെ തിരഞ്ഞെടുക്കുന്നത്? ഒരു പാട്ട് ചിട്ടപ്പെടുത്തുമ്പോൾ തന്നെ ഔസേപ്പച്ചന് മനസ്സിലൊരു ഗായകൻ്റെ മുഖം വരുമോ? മനസ്സിൽ ഗായകൻ്റെ മുഖം അപ്പം വരത്തില്ല. പാട്ട് ചിട്ടപ്പെടുത്തി കഴിഞ്ഞ് അത് പാടുമ്പോഴാണ് അതിൻ്റെ സാധ്യതകൾ ഞാൻ മനസ്സിലാക്കുക. എന്തുമാത്രം ഔസേപ്പച്ചൻ ചിട്ടപ്പെടുത്തി ഔസേപ്പച്ചൻ തന്നെ പാടണം, പാടി നോക്കും ഞാൻ. അപ്പോഴാണ് ഒരു ഗായകൻ്റെയോ ഗായികയുടെ മുഖം മനസ്സിൽ വരുമോ? അല്ല, ഏത് ഗായകനാണ് ഇത് സൂട്ടബിൾ ഇത് പാടാൻ സാധിക്കുക? ഒരു ഗായികയെ നമുക്ക് കൊണ്ടുവരേണ്ട സമയമായിരിക്കും. പുടമുറി കല്യാണത്തിൽ തുടങ്ങി ഡാം 999 ആ സിനിമ വരെ കുറേ നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ ഞാൻ അങ്ങയുടെ സംഗീതത്തിൽ പാടി. സാറിൻ്റെ കൂടെ ഞാൻ ഇത്രയും വർക്ക് ചെയ്തതിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു പ്രത്യേകത, പാട്ടുകൾ പഠിപ്പിക്കുമ്പോൾ അങ്ങയുടേതായിട്ടുള്ളൊരു ഗമകം അതിനകത്ത് ചില സംഗതികൾക്കൊരു സ്പെഷ്യൽ ഒരു സാധനം അത് പാടിത്തന്ന് അതങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് ഒരുപാട് പാട്ടുകളിൽ പാടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ഇതായിരിക്കും, വ്യത്യാസമായിരിക്കും, പക്ഷേ അത് വേണമെന്ന് പറഞ്ഞ് പാടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് എല്ലാവരോടും അങ്ങനെയാണോ അതോ ഫ്രീഡം കൊടുക്കാറുണ്ടോ സിംഗേഴ്സിന്? എല്ലാ സിംഗേഴ്സിനോടും പറയാറുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു സംശയമാണ്. അതൊന്നും എൻ്റെ ഉത്തരം കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ചിത്ര വളരെ തന്ത്രപൂർവ്വം ചോദിച്ചത് അല്ല, അത് സത്യമാണ് ആ ചോദ്യം. അതായത് ചെറിയൊരു കുനിപ്പ് പോലും അത് കർക്കശഭാവത്തോടെ പാടിക്കുന്ന ആളാണ് ഔസേപ്പച്ചൻ. ആഗ്രഹമാണ് അങ്ങനെ തന്നെ വരണം. ഇത് എന്നോട് കാണിക്കുന്ന ഈ സമീപനം എല്ലാവരോടും തന്നെ കാണിക്കാറുണ്ടോ? ന്യായമായിട്ടുള്ള ചോദ്യമാണ് അത്. കറക്റ്റാണ്, ആ ചോദ്യം കറക്റ്റാണ്. കാരണം വളരെ ഇപ്പോൾ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു ഗായകനെ ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിനെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ശൈലിയിൽ നിന്നും ഒരുപാട് വ്യത്യാസമായിട്ട് പാടുന്ന ഒരു ഗായകൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്കെല്ലാവർക്കും വളരെ സമീപകാലത്ത് ബോംബെയിൽ നിന്ന് വന്ന് പാടിയ ഹരിഹരനാണ്. അപ്പോൾ ചിത്രയുടെ ഉത്തരത്തിന് ഏറ്റവും ഡിസ്റ്റൻസിലുള്ള അല്ലെങ്കിൽ ഏറ്റവും പറ്റിയ ഒരു ഉദാഹരണം അതായിരിക്കും. അദ്ദേഹം എൻ്റെ പാട്ട് പാടാൻ വന്നു. പലപ്പോഴും പല പാട്ടുകളും പാടിയിട്ടുണ്ട്. പാടുമ്പോൾ അദ്ദേഹം ഒന്ന് മാറുമ്പോൾ ഞാൻ പറയും, കട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അത് നന്നായിട്ടുണ്ട്, ആ സംഗതി നല്ലതാണ്, പക്ഷേ ആ സംഗതി ഇങ്ങനെ മാറ്റിക്കോളൂ. അത് തന്നെ അല്ല, അങ്ങനെയൊന്നും പറയില്ല. ഹരിഹരൻ എൻ്റെ പാട്ടിന് പാടിയിട്ടുള്ള സംഗതികൾ ഞാനൊരു സംഗതി പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഹരിഹരൻ മറ്റൊരു സംഗതി പാടുമ്പോൾ ഞാൻ പറയും വളരെ നന്നായിട്ടുണ്ട്, അതൊന്ന് ചെറിയ ചേഞ്ചസ് വരുത്തിക്കോളൂ. ഓ ടെൽ മീ ഇങ്ങനെ ചേഞ്ച് വരുത്തി അദ്ദേഹം പാടിക്കഴിഞ്ഞപ്പോൾ അവസാനം നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സംഗതി തന്നെയാണത്. ഞാൻ പാടാൻ ഉദ്ദേശിച്ച സംഗതി തന്നെയായിരിക്കും അദ്ദേഹത്തോട് ഞാൻ കെട്ടും. കാരണം അല്ലെങ്കിൽ വളരെ റെയറായിട്ട്, അതിപ്പോൾ ചിത്ര പാടുമ്പോഴും വ്യത്യസ്തമായിട്ടൊരു സംഗതി എനിക്ക് ആ പാട്ടിൻ്റെ കൂടെ ചേർന്നു എന്ന് തോന്നുന്ന സംഗതി പലപ്പോഴും ചിത്ര പാടിയിട്ടുണ്ട്. പാട്ട് ട്യൂൺ എന്ന് പറയുന്നത് വെറുതെ സ്വരങ്ങളല്ല, അതിൻ്റെ ഇൻ്റർപ്രറ്റേഷനാണ് ഒരു പാട്ട്, ഒരു സംഗീതത്തിനെ വ്യത്യസ്തമാക്കുന്നത്. ഓരോ കുനിപ്പിനും ഒരു പ്രസക്തി ഭയങ്കരമായിട്ടുണ്ട്. ഒരു കുനിപ്പ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാറിപ്പോകും പാട്ടിൻ്റെ. മൂഡ്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് വേണമെങ്കിൽ ഒരു പാട്ട് ഇപ്പം വെറുതെ ഇതിപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏതു സുന്ദര സ്വപ്നയവനിക നീക്കി നീ വന്നു ലോല നീലാംബര ചാർത്തു വകഞ്ഞു നീ വന്നു. ഇത് ഏതു എടുക്കുന്നത് ഏതു നെടുക ഏതു എന്ന് പാടിക്കഴിഞ്ഞാൽ അതൊരു മറ്റൊരു ഗാനമാവില്ലേന്ന് എനിക്ക് തോന്നുന്നുണ്ടേ. ദേവാങ്കണങ്ങൾ ഏതു ആ സംഗതി അതാണ്. അപ്പം അതുകൊണ്ടാണ് അതുകൊണ്ടെന്നല്ല, ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി ഡിഫറെൻറ്റ്. ഏതു സുന്ദര അത്ര മതി. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഗായകർ പെട്ടെന്ന് പാടി കൊടുക്കുമ്പോൾ എല്ലാവരും ഒരു വലിയ സംഗതി രജിസ്റ്റർ ആയിട്ടുള്ളത് ദേവാങ്കണത്തിൻ്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ അതേപോലെ മറ്റനേകം പാട്ടുകളുണ്ട്. എൻ്റെ മനസ്സാക്ഷിക്ക് അനുസൃതമായിട്ട് ഞാൻ
ഇവിടെ നീങ്ങത്തുള്ളൂ. ബിച്ചു തിരുമല ചേട്ടൻ ഔസേപ്പച്ചനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഔസേപ്പച്ചൻ ഇപ്പോൾ കാണിക്കുന്ന ഒരു കാർക്കശ്യഭാവത്തിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കാം ബിച്ചു ചേട്ടൻ്റെ വാക്കിൽ വരുന്നത്. ഒരു വിധത്തിലുള്ള എല്ലാ തരം സംഗീത സമ്പ്രദായങ്ങളും സ്വന്തം പാട്ടിലേക്ക് ആവാഹിച്ച ഒരു വലിയ സംഗീതജ്ഞനാണ് ഔസേപ്പച്ചനെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ വശമാക്കിയ ഔസേപ്പച്ചൻ എന്തുകൊണ്ട് ഒരു സംഗീത മോഷണം നടത്തിയില്ല? ഇന്നിപ്പോൾ സംഗീത മോഷണമാണല്ലോ പ്രധാന ചർച്ചാ വിഷയം. അത് എന്തുകൊണ്ട് സാധിച്ചില്ല? ബിച്ചു തിരുമല പറയണു, അദ്ദേഹത്തിനൊരു അത്ഭുതമായിരിക്കുകയാണ്. അതായത് ഔസേപ്പച്ചനൊന്നും മോഷ്ടിച്ചിട്ടില്ലോ, എന്തുകൊണ്ട് മോഷ്ടിച്ചില്ല? അത് ശരിയാണോ ഔസേപ്പച്ച? മോഷ്ടിച്ചിട്ടില്ല. പക്ഷേ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ എൻ്റെ ഒരു പടത്തിൽ ഞാൻ പറയാലോ, അത് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. മേഘം എന്ന പടത്തിൽ അങ്ങനെ ഒരു എന്താണ് വളരെ നിർബന്ധപൂർവം ഒരു ലൈൻ, ഒറ്റ ലൈൻ കഴിഞ്ഞു. ഞാനൊരു പാട്ടു പാടാം, കുഞ്ഞുമണി വീണ മീട്ടാം. ആ കുഞ്ഞുമണി വീണ മീട്ടാം എന്നുള്ളത് അതേ ട്യൂൺ തന്നെയാണ്. ബട്ട് ആക്ച്വലി 1 2 3 ഞാനൊരു പാട്ടു പാടാം 3/4 ഞങ്ങളുടെ തിസ്ര താളത്തിൽ 2 ബാറ്, അതിലൊരു 550 ബാറ് വേറെ ഉണ്ട്. അതിലൊരു 2 ബാറ് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു പാട്ടിൻ്റെ അനുകരണമാണ്. അത് മോഷണമായിട്ടല്ല. അത് ഇറ്റ് ഈസ് എ ഹിന്ദി ഫിലിം സോങ്. ആ ഹിന്ദി പാട്ട് ഓർമ്മയുണ്ടോ? അതിൻ്റെ ആദ്യത്തെ ലൈന് ഞാനൊരു പാട്ടു പാടാം, കുഞ്ഞുമണി വീണമിട്ട പാട്ടു കേട്ടു പൂവാലാട്ടും നാട്ടുമൈനെ നീ അറിഞ്ഞു ഇനി മുള്ളം കാടുകളിൽ തെരഞ്ഞ് ഞാമെൻ്റെ തെരഞ്ഞ് തത്തിയ അത് ടോട്ടലി ഒരു ഫോക്ക് സോങ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ആ കഥയിൽ ആ കഥാപാത്രത്തിന് ഈ ഹിന്ദിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ വാർ ഫ്രണ്ടിൽ നിന്ന് വന്നിട്ടുള്ള മമ്മൂട്ടി എന്ന കർക്കശക്കാരനായ പാട്ടുമായിട്ട് പുലബന്ധമില്ലാത്ത ഒരാൾ എന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ മൂളി നടന്നിരുന്ന ഒരു പാട്ടിൻ്റെ ഒരു വരി, അത് ആ പാട്ട് തന്നെ ഉപയോഗിക്കാൻ ഞാൻ പിന്നീട് റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ അതിന് വരികൾ എഴുതപ്പെട്ടു, അത് തന്നെ പാടി. ഇതാണ് സംഭവിച്ചത്. അല്ലാണ്ട് അതൊരു മോഷണമായിട്ടൊന്നുമില്ല. അത് അങ്ങനെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഒരേ പാട്ട് തന്നെ നമ്മൾ എടുത്തിടും. പക്ഷേ ഔസേപ്പച്ചൻ്റെ മോഷണ ദൗത്യവും അവിടെ അവസാനിച്ചില്ല. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നതിൽ ഒരു പാട്ട്, കടവത്ത് തോണി എടുത്തപ്പോൾ എന്നുള്ള പാട്ടിൻ്റെ അത് വിവരക്കേടെന്ന് പറയും. അത് വിവരക്കേടെന്ന് അങ്ങനെയുള്ള വിമർശനം ഔസേപ്പച്ചൻ കേട്ടോ? വളരെ വളരെ വിരളമായിട്ട് ആ ഒരു സമയത്ത് ആരോഗ്യം പറഞ്ഞു. പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് പുല്ലുപോലെ അവഗണിച്ചു. കാരണം എനിക്കതിൽ അർത്ഥമുണ്ടെന്ന് തോന്നിയില്ല. കാരണം കടവത്തു തോണിയെടുത്തപ്പോൾ പെണ്ണിൻ്റെ ഇന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു എന്ന് പറയുന്നത് തമ്മിൽ എനിക്ക് ഒന്നാമത് തന്നെ ആ പാട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മോഷണം എന്ന് പറയണമെങ്കിൽ നമ്മളൊരു പാട്ട് കേട്ടിട്ട് അതേപോലെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴുമാണ് മോഷണമാവുന്നത്. ഇത് നമ്മൾ കിട്ടുന്ന അതും വരികൾ എഴുതിയിട്ടുള്ളതാണ്. ഷിബു ചക്രവർത്തി എഴുതി തന്ന വരിയാണ്. ഓർമ്മകൾ ഓടിക്കളിക്കുന്നു മുറ്റത്തെ ചക്രമാവിൻ ചുവട്ടിൽ. അതിനൊരു ഈണം കൊടുക്കുക, അത് ആ പാട്ടിൻ്റെ വരികളിലുണ്ടായ ഈണം. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഷിബു
ഔസേപ്പച്ചൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിൽ നിന്ന് ഔസേപ്പിനെ വ്യത്യസ്തനാക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഔസേപ്പിൻ്റെ പാടാനുള്ള കഴിവ് തന്നെയാണ്. അവിടെയാണ് സിംഗേഴ്സ് ചുറ്റുന്നത്. സത്യത്തിൽ ഏത് പാട്ടിൻ്റെ കമ്പോസിങ് വന്നു കഴിഞ്ഞാലും ഔസേപ്പ് പാടിയ അത്രയും ഇവിടെ ഒരു സിംഗറും പാടി കേട്ടിട്ടില്ല. ഞാൻ പറയുന്ന ഏറ്റവും വലിയ സിംഗർ ഉൾപ്പെടെ ഒരാളും ഔസേപ്പ് പാടുന്ന ആ ഫീല് ഒരിക്കലും കിട്ടാറില്ല നമുക്ക്. ഔസേപ്പ് അത്ര ഫീലോട് കൂടിയാണ് പാടാറ്. അതുകൊണ്ടിട്ട് ഓരോ പാട്ടിൻ്റെയും കമ്പോസിങ്ങും വോയിസ് മിക്സിങ്ങും ഒക്കെ കഴിയുമ്പോൾ പലപ്പോഴും ചെറിയൊരു നിരാശയോട് കൂടിയായിരിക്കും ആ പാട്ട് ഞാൻ കേൾക്കാറ്. കാരണം ഒരിക്കലും കമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഫീല് ഒരു സിംഗറിൽ നിന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഔസേപ്പിനെ പാടിയാൽ പോരാ? എന്നാലും പാടിച്ചാലല്ലേ പാടുള്ളൂ. ഞാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഔസേപ്പച്ചൻ്റെ പാടാനൊരു വെമ്പലുണ്ടോ? പാടാൻ ഔസേപ്പച്ചൻ ചിട്ടപ്പെടുത്തുന്നൊരു പാട്ട് ഔസേപ്പച്ചൻ തന്നെ പാടണമെന്നൊരു ആഗ്രഹമില്ലേ? ഞാൻ അങ്ങനെ പാടിയല്ലോ. ഷിബു പറയുന്നത് കേട്ടല്ലോ. ഔസേപ്പച്ചൻ ചിട്ടപ്പെടുത്തിയ പാട്ട് ഔസേപ്പച്ചൻ്റെ പാടുമ്പോൾ കിട്ടിയിട്ടുള്ള ഫീല് വേറൊരു ഗായകൻ പാടുമ്പോൾ കിട്ടുന്നില്ല എന്ന് പറയും. ഇല്ലേ, ഞാൻ ഇതുകൊണ്ടൊക്കെയാണ് ഒരു ഗായകനെ ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് വളരെ ടെൻഷനാണ്. അതായത് സംഗതികൾ മാത്രമൊന്നുമല്ലോ, ഫീല് ഇതെല്ലാം ഉൾക്കൊണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഒരു പാട്ട് നന്നാവുന്നത്. ഒന്ന്, അതിൻ്റെ ബേസിക് ലിറിക്സ് നന്നാവണം, കമ്പോസിഷൻ നന്നാവണം, പാടുന്നത് നന്നാവണമെങ്കിൽ ഈ കമ്പോസിങ് നന്നായിട്ട് അതിന് വേണ്ടുന്ന എല്ലാ കോംപ്ലിമെൻസുകളും അതിനുണ്ടാവണം. അതായത് ശ്രുതി, ശുദ്ധം, താളമൊക്കെ മിനിമം വേണം. അതല്ലാതെ കണ്ട് അതിൽ ചേർക്കുന്ന ചെറിയ ആർട്ടിക്കുലേഷൻസ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗമം മാറിക്കഴിഞ്ഞാൽ അത് വേറെ പാട്ടായി മാറും. ഒരു യുവഗായകൻ എന്ത് ചോദിക്കാനുണ്ട്? ഇപ്പോൾ ഈ കാലങ്ങളിൽ അല്ലെങ്കിൽ അയാളും ഞാനും തമ്മിൽ നിന്നുള്ള സിനിമയിലും അല്ലാത്ത ചില നല്ല സിനിമകളിലൊക്കെ പാടാനുള്ള അവസരം അങ്കിൾ പിന്നെയും തന്നിട്ടുണ്ട്. ഇപ്പോഴും അപ്പോഴും തമ്മിലുള്ള എന്താ കാരണം, എനിക്ക് അന്ന് എന്നെ വിളിച്ച് പാടിപ്പിച്ചതിൻ്റെ ഒരു എന്തായിരിക്കും അതിൻ്റെ ഒരു അങ്കിളുടെ തിങ്കിങ് എന്തായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ പാടിപ്പിക്കണം എന്ന് ആലോചിക്കണമെന്ന് എന്താണ് ഒരു തിങ്കിങ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഗായകരെ എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ ഔസേപ്പച്ചൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് വിജയശാസ്ത്രി മതിക്കുന്ന ചോദ്യം. അപ്പോൾ ഒരുപാട് ചിന്തിച്ച്, കാരണം ഒരാളെ പാടിച്ചിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റപ്പെടുക എന്നൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു, അങ്ങനെ ഒരു നിരാശ ആ കുട്ടിക്ക്, പാടുന്ന കുട്ടി ആണായാലും പെണ്ണായാലും ഉണ്ടാകരുതെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് പാടി ഇപ്പോൾ സാധാരണ രീതിയിൽ പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പാടണില്ല എന്ന് പറഞ്ഞ് വിടേണ്ട കേസുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു പാട്ട് അവർ പാടി ഗംഭീരമായിട്ട് പാടിയിരിക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്ന വിധത്തിൽ വരുന്നവരെ ഞാൻ അവരെ പാടിക്കും. ഒരുപാട് സമയമെടുക്കും. 10 മണിക്കൂർ 24 മണിക്കൂർ വരെ പാടിപ്പിച്ചിട്ടുണ്ട്. ശ്രേയാ ഘോഷൽ വരെ എൻ്റെ ഒരു പാട്ട് 9 മണിക്കൂർ പാടി. ജോൺസൺ മാഷ്, ഔസേപ്പച്ചൻ, ഈ രണ്ടുപേരുടെയും പ്രത്യേകത, അവർക്ക് ചില പിടിവാശികളുണ്ട്, നിയതമായിട്ടുള്ള ചില രീതികളുണ്ട്. ഒരു ട്രെൻഡ് ഉരുത്തിരിയെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പുറകെ ഓടിപ്പോകാൻ നിങ്ങൾ തയ്യാറല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ശക്തിയുള്ള തട്ടകങ്ങൾ നിൽക്കാനുള്ള ഒരു പ്രേരണയായിരിക്കാം, അല്ലെങ്കിൽ മാറ്റത്തോട് അത്ര വേഗതയിൽ പ്രതികരിക്കേണ്ടതില്ലെന്നുള്ള ഒരു ചിന്തയായിരിക്കാം. എന്തായിരിക്കും ഔസേപ്പച്ച? എൻ്റെ മാറ്റങ്ങൾ എതിർക്കുന്ന ഒരാളല്ല ഞാൻ. ആവശ്യത്തിനുള്ള മാറ്റങ്ങൾ വേണം, പക്ഷെ മാറ്റത്തിന് വേണ്ടി മാറ്റമാകരുത്. വലിയ ബഹളങ്ങളും ആകെ പുക്കാറുകളുള്ള പാട്ടുകളോട് ഔസേപ്പച്ചൻ എന്താ തന്നെ? അത്തരമൊരു പാട്ട് നമുക്ക് വളരെ ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്തരം പാട്ട് ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് മേക്കിംഗ് ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഇതില്ല. ഇത് തന്നെയാണ് താങ്കളുടെ സുഹൃത്തായിരുന്ന ജോൺസൺ മാഷിൻ്റെ രീതി ഇതായിരുന്നു. നിങ്ങൾ രണ്ടുപേർക്ക് ഒരുപാട് വിരുദ്ധ ധ്രുവങ്ങളുണ്ടെങ്കിൽ ഈ ധ്രുവങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്നും വന്ന് മുട്ടിയിരുന്നു. താങ്കളുടെ ആ ഒരു പഴയ സുഹൃത്തിൻ്റെ മകൾക്ക് എന്തോ പറയാം? ഔസേപ്പച്ചൻ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒത്തിരി പാട്ടുകൾ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിലെപ്പോഴും പറയാറുള്ളത് ശ്രീരാഗത്തിൽ ചെയ്ത ഈ പാട്ടാണ്. ഏതോ വാർമുകിലിൽ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ ജീവനിൽ അമൃതേ
കനാവിൽ മുത്തേ നീ വന്നു. ജോൺസൺ മാഷിൻ്റെ മോള് ഔസേപ്പച്ചൻ്റെ ഒരുപാട് പാട്ടുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ കാലഘട്ടം സമ്മാനിച്ച പാട്ടുകളാണ്. അവൾ പാടുന്നുണ്ട് അല്ലേ? ഒരുപക്ഷെ പഴയ റൂംമേറ്റിൻ്റെ മകൾക്ക് എപ്പോഴെങ്കിലും ഔസേപ്പച്ചൻ്റെ ഒരു പാട്ട് ചിട്ടപ്പെടുത്തുമോ? ചിട്ടപ്പെടുത്താമെന്നൊക്കെ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമില്ല. ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു അവസരം വന്നാൽ തീർച്ചയായിട്ടും എനിക്കത്, പ്രത്യേകിച്ചും ജോൺസൻ്റെ മകൾ എന്ന നിലയ്ക്ക് എൻ്റെ ഏറ്റവും, ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ്. വളരെ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. വഴക്കിടലൊക്കെ ഉണ്ട്. അത് പകല നടന്നാൽ പിറ്റേ ദിവസം ഒന്നിച്ചാകും. ഒരുപാട് വഴക്കിട്ടില്ലെങ്കിൽ അത്ഭുതം. ഒരുപാട് വഴക്കുകൾ. അത് കാരണം വളരെ ചെറുപ്പത്തിലേ വളർന്നതാണ്. ഒരു എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞ ഒരു പക്വതയൊക്കെ വരുന്നതിന് മുമ്പുള്ള പരിചയമാണ്. അപ്പോൾ പക്വത വരുന്നതിന് മുമ്പ് നമ്മൾ ആവശ്യത്തിന് അനാവശ്യത്തിന് നമ്മൾ വഴക്കിടും. ഒരു ഏജ് ആയതിനു ശേഷമാണ് വഴക്കിടുന്നതിന് മുമ്പ് വേണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുക. ഇതങ്ങനെയല്ല, പെട്ടെന്നാണ് കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരണം. അത് ഈ കുട്ടിക്ക് പാടാൻ പറ്റിയ പാട്ടാകണം. പാടിക്കഴിഞ്ഞാൽ ഷീ ഷുഡ് ഗെറ്റ് ബെനിഫിറ്റ് ഓഫ് ഇറ്റ്. അതിൻ്റെ ഗുണം ഉണ്ടാകണം. ഒരു പാട്ടിന് വേണ്ടി പാടിക്കേണ്ട കാര്യമില്ല. ആ പാട്ട് പാടിയാൽ ഇത് ഷാൻ തന്നെ പാടണം. ഷാൻ ജോൺസൺ പാടിയത് കൊണ്ട് തന്നെ ഇത് ഏറ്റവും നന്നായി എന്ന് പറയപ്പെടണം. ഷാൻ ജോൺസൺ എന്തായാലും ഔസേപ്പച്ചൻ്റെ മനസ്സിലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഔസേപ്പച്ചൻ ഇനിയും നൂറുകണക്കിന് പാട്ടുകൾക്ക് ജന്മം നൽകുമ്പോൾ അതിലൊരു പാട്ട് വേണമെങ്കിൽ ഷാൻ്റെ ശബ്ദത്തിലാകാം. ദേശീയ അംഗീകാരത്തിലേക്ക് ഔസേപ്പച്ചൻ വരും. അതിനു മുമ്പ് സംസ്ഥാന അംഗീകാരം വന്നില്ല. ഒരുപക്ഷെ ആ പാട്ടിന് ഔസേപ്പച്ചന് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. അത്രയും ഹൃദ്യമായിട്ടുള്ളൊരു പാട്ടായിരുന്നു ഉണ്ണികളൊരു കഥ പറയാം. അതിലും ഔസേപ്പച്ചൻ്റെ, ഞാൻ അതിനകത്ത് കണ്ടെന്ന് വെച്ചാൽ ഔസേപ്പച്ചൻ അറിയാം ആ പാട്ടിൻ്റെ ഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ. ഔസേപ്പച്ചൻ ജീവിച്ച് വളർന്ന ഒരു സാഹചര്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസിനകത്ത് ഇങ്ങനെ മുഴച്ചേക്കുണ്ട്, പ്രതിഫലിക്കുന്നുണ്ട്. ഈ പാട്ടിന് ജന്മം കൊടുക്കുമ്പോൾ ഔസേപ്പച്ചൻ അറിയായിരുന്നു ഇതൊരു അംഗീകാരം പിടിച്ചു പറ്റാൻ പോകുന്നൊരു പാട്ടായിരിക്കും? ഇല്ല, ഒരു നോർമൽ പാട്ടായിട്ടാണ് കരുതുന്നത്. ഇറ്റ്സ് വളരെ ഹൃദ്യമായിട്ടുള്ളൊരു ഗാനം. പടവുമായിട്ട് ഭയങ്കര ബ്ലൻഡായിട്ട് കിടക്കുന്നു. ഈ പാട്ടില്ലെങ്കിൽ ആ പടം നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും ആ പടത്തിൻ്റെ ആത്മാവിലൂടെ ഇങ്ങനെ ഇഴവാകി കിടക്കുകയാണ്. ടൈറ്റിലാണ്. പിന്നെ ആ പടത്തിൽ 3 പ്രാവശ്യം ഒരേ ലിറിക്സ്, ഒരേ ട്യൂൺ വ്യത്യസ്തമായ ഭാവങ്ങളിൽ അവതരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് ആ പാട്ടിന് ആ പടത്തിലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ റീ റെക്കോർഡിങ് മ്യൂസിക്കിൽ ആ ഈണം തന്നെ വീണ്ടും. അപ്പം ത്രൂ ഔട്ട് ഒന്ന് മൈക്കെടുത്താൽ ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാം കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാം കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാം കുഴലിൻ കഥ പറയാം. സംസ്ഥാന അംഗീകാരം കഴിച്ച ശേഷം ഒരുപാട് വർഷം കാത്തിരിക്കേണ്ടി വന്നൊരു ദേശീയ അംഗീകാരത്തിലേക്ക് എത്താൻ. ഞങ്ങളെല്ലാം വിചാരിച്ചു ഔസേപ്പച്ചനിതാ ദേശീയ അംഗീകാരത്തിൻ്റെ ആ തലത്തിലേക്ക് എത്തിയെന്ന്. എവിടെയോ ചില സ്ലിപ്പുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഔസേപ്പച്ചൻ്റെ പല പാട്ടുകളും വിചാരിച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ചിലർ പറഞ്ഞു ഔസേപ്പച്ചൻ്റെ ഫോം ഔട്ടായിപ്പോയി, വിഷമം തോന്നിയ കേട്ടോ. അത് ചില സാഹചര്യങ്ങളാണ്. നമ്മുടെ കയ്യിലല്ലല്ലോ എല്ലാം. നമ്മളെ ഒരു ഉദ്ദേശിച്ച പോലെ ഈ ക്രിയേഷൻ എന്ന് പറയുന്നത് സ്വിച്ചിട്ട് വരുന്നതല്ല. ഇറ്റ് ഹാസ് ടു കം ബൈ ഇറ്റ്സെൽഫ്. ഒരു വെപ്രാളം ഉണ്ടായിരുന്നു. അതിന് സിറ്റുവേഷൻസ് ഉണ്ടാവണം, അതിനുള്ള സബ്ജക്റ്റ്, അതേപോലെ എല്ലാം ഒത്തുചേരണം. ഇതൊന്നും എനിക്ക് സ്വയം ഇതൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എല്ലാം പിന്നെ സമയം നന്നാവണം.
അപ്പം ഞാൻ പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ ദേശീയ അംഗീകാരം വൈകി വന്നു പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇതൊരു എനിക്ക് തോന്നുന്ന ഒരു 15 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഞാൻ ഈ ഫീൽഡിലേ ഉണ്ടാവില്ല. ഇത് വൈകി എപ്പോഴും നമുക്ക് കിട്ടാൻ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഒരു സെർച്ച് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കും. ഒരേ കടലിലെ ആ ഒരു പാട്ട് കുറച്ച് എഫേർട്ട് എടുത്തോ? കുറച്ച് എഫർട്ട് മറ്റുള്ള പാട്ടിന് എടുക്കുന്ന പോലെ തന്നെ എടുത്തിട്ടുള്ളൂ. പക്ഷേ എനിക്കിതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശ്വേത വളരെ മനോഹരമായിട്ട് പാടിയത്. നമ്മൾ ആരെക്കൊണ്ട് പാടിക്കും, ഞാനും ശ്യാമുദ ആരെക്കൊണ്ട് പാടിക്കും, ശ്വേതയെ കൊണ്ടൊന്ന് പാടിച്ചു നോക്കിയാലോ, അങ്ങനെ വളരെ സംശയത്തോട് കൂടിയിട്ടാണ് ശ്വേതേനെ ഞാൻ പറഞ്ഞു ഒന്ന് ശ്രമിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞു. അത്ര ഉറപ്പുണ്ടായിരുന്നില്ല. എനിക്കറിയില്ല. ശ്വേത എവിടെ പോയി ശ്വേത? You have seen, I think, now 3 generations of music, 3 decades of music, 80s, 90s and 2000s. പക്ഷേ അങ്കിളുടെ മ്യൂസിക് ഓൾസോ ഹാസ് ഇവോൾവ്ഡ് ഓവർ ദ ടൈം. it has changed over the time. So എങ്ങനെയാണ് അങ്കിൾ how are you keeping up with the times? ഇപ്പോൾ മോഡേൺ മ്യൂസിക് കൊടുക്കുന്നു, അപ്പോഴത്തെ മ്യൂസിക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് how do you do it? ഔസേപ്പച്ചൻ എങ്ങനെ ചെറുപ്പം സൂക്ഷിക്കുന്നു എന്ന് ഞാൻ നമ്മൾ നേരത്തെ അവിടെ മുറി കണ്ടപ്പോൾ ചോദിച്ച പോലത്തെ ഇപ്പോൾ സംഗീതത്തിൻ്റെ ചെറുപ്പത്തെക്കുറിച്ചാണ് ശ്വേത ചോദിക്കുന്നത്. അത് അവരുടെ കാഴ്ചപ്പാടാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ബേസിക്കായിട്ട് ഇന്ന് ഞാനൊരു കാര്യം ചെയ്തു, നാളെ ഇത് തന്നെ ചെയ്യാൻ എനിക്കും ഇഷ്ടമല്ല. ക്രിയേറ്റീവ് മൊണോട്ടണി എന്ന് പറയും. ഒരു നമ്മൾ വരച്ചു, ഒരു പെയിൻറ്റ് വരച്ചു, അടുത്ത ദിവസം വീണ്ടും അതേ പെയിൻറ്റ് തന്നെ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയുടെ വിരസതയുണ്ട്. അത് എനിക്ക് ഭയങ്കര കഷ്ടമാണ്. അതുകൊണ്ട് വ്യത്യസ്തമായ പെയിൻറ്റിങ്ങുകൾ വരയ്ക്കുന്ന പോലെ വ്യത്യസ്തമായ സംഗീതം ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഒരേ കടലിലെ സംഗീതം ഒരുപക്ഷെ പലരും ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ പ്രത്യേകതകൾ എന്തായാലും ശ്വേതയെ പരീക്ഷിച്ച് വിജയമായിരുന്നു, വളരെ വലിയ വിജയമായിരുന്നു. ആദ്യത്തെ ഒരു ലൈൻ പാടിയ വഴിക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അണ്ടർലൈൻ ചെയ്തു. ഓക്കെ, ആ പാട്ടുകളുടെയൊക്കെ പ്രത്യേകതയെക്കുറിച്ച് ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു. ഒരുപക്ഷെ അതിനെക്കുറിച്ച് പറയാനൊരു ഗായകൻ തന്നെ വരുന്നുണ്ട്. പാതിരാമഴയേതോ ഹംസഗീതം പാടി. ഔസേപ്പച്ചൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം എന്ന് പറയാം ഈ ഗാനം. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗാനം. എപ്പോൾ കേട്ടാലും മനസ്സിലൊരു തേങ്ങലുണ്ടാക്കുന്ന ഈ ഗാനം. ഔസേപ്പച്ചനെ ഞാൻ ആദ്യം കാണുന്നത് കോടമ്പാക്കത്ത് ഒരു സലാം എന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ, സലാം എന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ആർട്ടിസ്റ്റിൻ്റെ ഓഫീസിലൊരു ഭാഗത്ത് ഇദ്ദേഹം താമസിക്കുകയും അവിടെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഒരു 8 മണിക്കൂറുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൂപ്പർ വയലിനിസ്റ്റ് ആയിരുന്നു ഔസേപ്പച്ചൻ. അത്രയും വലിയൊരു വയലിനിസ്റ്റ് എന്ന ഒരു സ്റ്റേറ്റസിൽ നിന്ന് ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു വലിയൊരു സ്റ്റേറ്റസിലേക്കുള്ള ആ ഒരു ദൂരം അത് എങ്ങനെയായിരുന്നു എന്നാണ് എനിക്കറിയേണ്ടത്. ആ ദൂരം ഇനി അളന്നു നോക്കാൻ പറ്റില്ല. സംഭവിച്ചു പോയി. ഒരുപക്ഷെ പലപ്പോഴും ആകസ്മികമായിട്ട് സംഭവിക്കുന്നതാണ്. ഭാരതൻ എന്നുള്ള ആളുണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അതിലേക്ക് ഔസേപ്പച്ചൻ ഇല്ലായിരുന്നു. നമുക്ക് അറിഞ്ഞൂടാ വാട്ട് വിൽ ബി ദ ഡെസ്റ്റിനി അല്ലേ. ഒരു ഗായിക കൂടി ഔസേപ്പച്ചനുമായിട്ട് സംവദിക്കാൻ കാത്തിരിക്കുകയാണ്. സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് സാറിൻ്റെ എനർജി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എനർജിയാണ്. ഇത്ര ഓണസ്റ്റിയും ഡെഡിക്കേഷനും മ്യൂസിക്കിനോട് സാറ് കാണിക്കുന്നത് കാണുമ്പം, സാറിൻ്റെ ജീനിയസ് ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങളെപ്പോലുള്ള യങ് ജനറേഷൻ ഇതിലും വലിയൊരു ഇൻസ്പിറേഷൻ വേറെ ആവശ്യമില്ല. ഹീ ഈസ് സച്ച് എൻ ഐക്കൺ, സച്ച് എൻ ലിവിങ് ലെജൻഡ്. സാറിന് വേണ്ടി ഞാൻ 2 വരികൾ പാടുകയാണ്. സാർ എന്നെ കമ്പോസ് ചെയ്ത പാട്ടാണ്. അത് പാടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. താമരനൂലിനാൽ മെല്ലെ മേനിയിൽ തൊട്ടു വിളിക്കൂ, താഴിട്ട് പൂട്ടുമെൻ നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ, എന്നെ മാറോട് ചേർത്തൊരു പാട്ടുമൂളൂ, മണിവിരലിനാൽ താളമിടൂ. താങ്ക് യു സോ മച്ച് സർ. ഒരു കാര്യം എനിക്ക് ശ്രദ്ധിച്ചു, പ്രണയവും വിരഹവും ഉണ്ടെങ്കിൽ ഔസേപ്പച്ചൻ്റെ പാട്ട് സൂപ്പറാണ്.
ദാറ്റ്സ് ഓഫ് കോഴ്സ്. ഓഫ് കോഴ്സ്. ഔസേപ്പച്ചനെ ഇളക്കണമെങ്കിൽ ഈ രണ്ട് വികാരം വളരെ വ്യക്തമായിട്ട് വേണം. അത് കുറേയൊക്കെ ശരിയായിരിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയവും വിരഹവും, ഇത് വിരഹവും ആൾസോ ദ മോസ്റ്റ് എൻജോയബിൾ മൊമെൻറ്റ്സ് ഓഫ് ദ ലൈഫ്. ഒരു നീറുന്ന സുഖം. എപ്പോഴും നമ്മൾ പറയും ഭയങ്കര വേദനിച്ചുകൊണ്ടാണ് പറയുന്നത്, ഏറ്റവും സുഖം തരുന്നത് അതാണ്, മറ്റതിന് സുഖം കുറവാണ്. ഒരാളും കൂടി ഔസേപ്പച്ചനോട് സംസാരിക്കാം. ചേട്ടൻ്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മെലഡി പാട്ടുകൾ. കല്യാണം കഴിഞ്ഞ സമയത്ത് പഴയ നല്ല പാട്ടുകൾ ചേട്ടൻ എനിക്ക് വേണ്ടി എപ്പോഴും പാടാറുണ്ട്. ചേട്ടൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ആയുഷ്കാലത്തിലെ മൗനം സ്വരമായി എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് കേൾക്കാൻ തോന്നുന്നുണ്ട്. ആരുടെ ആഗ്രഹം വേണമെങ്കിൽ നിരസിക്കാം. ഇത് നിരസിച്ചാൽ വീട്ടിൽ കയറി പോകില്ല. ഔസേപ്പച്ചൻ്റെ വൈഫാണ്, ഫുഡും അക്കോമഡേഷൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ആ പാട്ട് കൊടുത്തോളൂ. മൗനം സ്വരമായി പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ. മൗനം സ്വരമായി പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ. ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ. ഔസേപ്പച്ചൻ്റെ ആദ്യ പ്രണയം, രണ്ടാം പ്രണയം, മൂന്നാം പ്രണയം, നാലാം പ്രണയം, അഞ്ചാം പ്രണയം, പേടിക്കണ്ട. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ടായിരുന്നത് വയലിനായിരുന്നു. അതെ. പക്ഷെ വയലിനോട് ഇപ്പോൾ ഔസേപ്പച്ചന് അത്ര പഴയൊരു മമത കാണിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആരാണെന്ന് നോക്കിയോളൂ. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന സംഗീതത്തിൽ പണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ കാലത്ത് പോപ്പുലറായിരുന്ന പല ഗാനങ്ങളിലും ഉള്ളതുപോലെയുള്ള വയലിൻ്റെ അംശം അല്ലെങ്കിൽ വയലിൻസ് ഉപയോഗിക്കുന്ന രീതി, കൂടുതൽ നിറയെ വയലിൻസ് ഉപയോഗിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് മെലഡിയും അല്ലെങ്കിൽ വയലിൻസിൻ്റെയും ഒക്കെ ആ പ്രയോഗങ്ങൾ ഇപ്പോഴുള്ള പുതിയ കാലഘട്ടത്തിൽ ഔസേപ്പച്ചൻ ചെയ്യുന്ന ഗാനങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലേ? അച്ചാച്ചന് ഇതിനെപ്പറ്റി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അതറിയാൻ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും, ഈ പ്രേക്ഷകർക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഔസേപ്പച്ചൻ്റെ സഹോദരി പുത്രനാണ് ഫ്രാങ്കോ. ഔസേപ്പച്ചൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു എന്നാണ് ഫ്രാങ്കോ പറയുന്നത്. അതെ, രീതികളിൽ അത് സംഗീതപരമായിട്ട് സംഗീതം ചിട്ടപ്പെടുത്തുന്ന ചില രീതികൾ, അതിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളുടെ ചില ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരുപാട് എല്ലാ പാട്ടുകളിലും വയലിൻ, ഗ്രൂപ്പ് വയലിൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതായിരിക്കും ഉദ്ദേശിച്ചതെങ്കിൽ ഇപ്പോൾ അത്തരം ഗ്രൂപ്പ് വയലിൻ ഉപയോഗിക്കുന്നത് കുറവാണ്. ഒന്ന്, ഈ പണ്ടത്തെ പോലെ ഒരൊറ്റടിക്കുള്ള ലൈവ് റെക്കോർഡിംഗ് അല്ല ഇപ്പം നടക്കുന്നത്. ഇപ്പം എല്ലാം നമ്മൾ കീബോർഡിൽ നമ്മൾ മുൻകൂട്ടി എല്ലാം, എവറിതിങ് ഈസ് ദെയർ, എല്ലാം നമ്മൾക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാം. പ്ലാൻ ചെയ്ത് നമ്മൾ പാട്ട് പൂർണ്ണമാവുമ്പോൾ വയലിൻ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ, കാരണം ഇത് ഒന്ന് കോസ്റ്റ് ഒരിത്, പിന്നെ ഒന്ന് സമയം. വയലിൻ എന്ന് പറയുന്നത് വിളിച്ചാൽ ഒരു 10-15 പേരെ വിളിക്കണം. ഈ 15 പേരും വന്ന് ഈ 15 പേരെയും നമ്മൾ ഒരു വ്യക്തിയെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരു ഫ്ലൂട്ടിസ്റ്റ് വന്നു, ഇവിടെ വാ ഇരിക്കെ, തമാശ പറഞ്ഞ് റെക്കോർഡിങ് കഴിച്ചു. ഈ 15 പേര് 15 ദശകളിലായിരിക്കും ഈ വയലിൻ സെക്ഷൻ എപ്പോഴും. ഇവർ ഒരുമിച്ചിരുത്തി വായിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് അത് EQ ചെയ്ത് വരാൻ ഒരുപാട് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് കാണണം. അതുമാത്രമല്ല കോസ്റ്റ് ആൾസോ. ഗായകനാണ് ഔസേപ്പച്ചൻ്റെ ഈ പറഞ്ഞ മാറുന്ന മർമ്മങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ. അതെ, ഫ്രാങ്കോ പ്രദർശിപ്പിച്ചതാണ്. വേറൊരു ഗായകനും അത് തന്നെ പ്രദർശിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. വേണം ക്വിക്കായിട്ട് വേണമെങ്കിൽ അതിലേക്ക് പോകാം. എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ചേട്ടന് എന്ത് ക്വാളിറ്റിയാണ് ഒരു ഗായകനിൽ പ്രതീക്ഷിക്കുന്നത്? വിനയമാണോ, ശബ്ദമാണോ, ഭാവമാണോ,
അക്ഷരസ്ഫുടതയാണോ? എന്താണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ പൂർണ്ണമായിട്ട് ചേട്ടൻ്റെ ഈണത്തിൽ ഞാൻ പാടിയ ഒരു ഗാനം ഏതാണ്? വലിയ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം പാടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ വിനയമൊക്കെ വളരെ ആവശ്യമാണല്ലേ? അതൊന്നും എന്നെ സംബന്ധിച്ച് വിഷയമല്ല, പ്രശ്നമായല്ല. വിനയൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്താ വേണമെങ്കിൽ എന്നെ 2 തെറി പറഞ്ഞിട്ട് പോയാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ പാട്ട് നന്നായിട്ട് പാടിയാൽ MG വിനയം കാണിച്ചുകൊണ്ട് ഒരു കാര്യമില്ലെന്ന് പറയാം. പാട്ട് നന്നായി പാടണം. എനിക്ക് MGയുടെ പാട്ട് ശ്രീകുട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ നല്ലതാണ്. ശ്രീകുട്ടൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്, ശ്രീകുട്ടൻ ചോദിച്ചല്ലോ ശബ്ദം, ഭാവം, ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശ്രീകുട്ടൻ്റെ ഭാവമാണ്. പാട്ടിൻ്റെ ഭാവം, ലൈഫ് എന്ന് പറയുന്നത് അതാണ്. എല്ലാ പാട്ടിലും ഓർമ്മകളുണ്ട്. എത്രയോ പാട്ടുകൾ. റഹ്മാൻ ഒരുപക്ഷെ ഔസേപ്പച്ചൻ്റെ സംഗീത വഴിത്താരിയിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ട ഒരാളായിരുന്നു. ഇന്ന് റഹ്മാൻ എത്തി നിൽക്കുന്ന സ്ഥലം കാണുമ്പോൾ എന്താണ് ഔസേപ്പച്ചൻ? റീച്ച്ഡ് അല്ലേ? റഹ്മാൻ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഒരു സംഗീതജ്ഞന് എത്താൻ പറ്റാവുന്ന ഏറ്റവും ഉയരം ഇന്ന് ഈ ലോകത്ത് ഒരു പരിധി നോക്കി, സംഗീതത്തിൻ്റെ ഒരു പരിധി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഉയരത്തിലാണ് റഹ്മാൻ എത്തിയത്. കീബോർഡ് വായിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് കീബോർഡ് വായിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പം തൊട്ട് ട്രൗസർ ഇട്ട്, നമ്മൾ സാധാരണ ഭാഷയിൽ പറയില്ലേ, വള്ളി ട്രൗസർ ഇട്ടിട്ട് വന്നിട്ട് എനിക്ക് വന്ന് കീബോർഡ് വായിച്ചിട്ടുണ്ട്. അന്ന് വിചാരിച്ചു ഈ റഹ്മാന് ഒരു സംഗീത സംവിധായകനാകുമെന്ന് അന്ന് വിചാരിച്ചില്ല. അന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നത് റഹ്മാൻ ഒരു 20-25 വയസ്സിൻ്റെ ഇടയിലുള്ള റഹ്മാൻ്റെ, അതായത് അന്നത്തെ ദിലീപിൻ്റെ ആ ഒരു എന്താ പറയുക, കീബോർഡിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ്. അന്നൊക്കെ ഞാൻ പൊതുവെ കന്നഡത്തിലായാലും തെലുങ്കിലായാലും അവിടെ ഇവിടെയൊക്കെ വയലിൻ വായിച്ചുകൊണ്ടിരുന്ന കാലമാണ്. അവിടെയും റഹ്മാൻ കീബോർഡ് വായിക്കാൻ വരും. പക്ഷേ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും കണ്ടിരിക്കുന്നത് സംഗീത സംവിധായകൻ പാട്ട് പാടിപ്പോകും. അത് കഴിഞ്ഞാൽ ഇതിനെ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നത് കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന റഹ്മാനായിരുന്നു. അത് കണ്ടപ്പോൾ അന്ന് എനിക്ക് സംശയം തോന്നി. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു, അടുത്ത ഇളയരാജയ്ക്ക് ശേഷം സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ അന്ന് ഒരു കാലത്ത് MS വിശ്വനാഥൻ, അത് കഴിഞ്ഞാൽ ഇളയരാജ, നെക്സ്റ്റ് ഈസ് ദിലീപാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞു 1 വർഷമായില്ല റോജ പുറത്തു വന്നു. പക്ഷേ ഇടയ്ക്ക് പിന്നെ റഹ്മാനായിട്ടൊരു ഉടക്കിയില്ല. ആര്? ഔസേപ്പച്ചൻ. അത് പിന്നെ അത് ഉടക്ക് ഞാൻ റഹ്മാനായിട്ടല്ല, അത് വെറും ബിസിനസ്സാണത്. ഇറ്റ് ഈസ് എ ബിസിനസ്. വെൽക്കം 1990 ആൽബം ചെയ്തു ഞാൻ റഹ്മാൻ്റെ കൂടെ. മലയാളത്തിലിറങ്ങി, അതാരും ശ്രദ്ധിച്ചില്ല. പല മാഗസിൻസിലും അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമൻസും വന്നു. ഇതെന്താണ് പാശ്ചാത്യ രീതിയിലുള്ള സംഗീത ഉപകരണങ്ങൾ, കാരണം കീബോർഡിൽ നിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ച് മോശമായിട്ടൊക്കെ എഴുതി. പിന്നെ അത് ആരും ശ്രദ്ധിച്ചൊന്നുമില്ല. അതേ ആൽബം, അതേ ട്രാക്സ് എടുത്ത് അതിൽ തമിഴ് വരികൾ വൈരമുത്തു എഴുതി. എനിക്ക് തോന്നുന്നത് ഉണ്ണി തന്നെയാണ്, ഉണ്ണിയലാണോ അല്ലല്ല, SPBയും S ജാനകിയും. മലയാളത്തിൽ പാടിയത് ഉണ്ണിയും സുജാതയാണ്. അവിടെ SPBയും S ജാനകിയും പാടി ഒരു CD പുറത്തിറക്കി. അതിൻ്റെ പുറത്ത് സംഗീതം AR റഹ്മാൻ. അന്ന് AR റഹ്മാൻ സംഗീത സംവിധായകനായി. ജെൻറ്റിൽമാൻ ഇറങ്ങിയ സമയം ഞാനും പോയിട്ട്, അപ്പോൾ അതിൻ്റെ പേരെന്തെന്നാണ്, അന്തിമാലൈ ആ CD. ഞാനും കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് പേര് നോക്കിയപ്പോൾ സംഗീതം AR റഹ്മാൻ എന്ന് കണ്ടവയ്ക്ക്. അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഉണ്ട് ഞാനും പ്രൊഡ്യൂസറായിട്ട്, ഇത് മറ്റ് ഭാഷകളിലോ ഒന്നിലും ഇതിൻ്റെ റൈറ്റ്സ് പോകരുത്. വളരെ തുച്ഛമായ സംഖ്യയ്ക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വാശിയായി. പക്ഷേ ഇത് ചെയ്തത് റഹ്മാൻ്റെ സ്റ്റുഡിയോയിലാണ്. പക്ഷേ തെറ്റിദ്ധാരണ ഉണ്ടായി, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. പക്ഷേ റഹ്മാൻ പറഞ്ഞു, ഐ ഡിഡ്ന്റ് നോ. ഞാൻ കേസൊക്കെ കൊടുത്തു, ഒരു വക്കീലിന് കുറച്ച് കാശൊക്കെ കൊടുത്തു. ആ വക്കീൽ റഹ്മാനെ വീട്ടിൽ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. ഉടനെ തന്നെ റഹ്മാൻ്റെ വീട്ടിൽ നിന്ന് അവർ പറഞ്ഞു, ഇങ്ങനെ നമ്മളിനിപ്പോൾ കേസും കുത്തായിട്ട്. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ അറിയാത്ത കാര്യമാണ്. പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു ആവേശത്തിൽ എൻ്റെ അടുത്ത് എല്ലാ സുഹൃത്തുക്കളും, എൻ്റെ മറ്റു സംഗീതജ്ഞരെല്ലാവരും പറഞ്ഞു, നീ കേസ് കൊടുക്ക്. റഹ്മാനെതിരല്ല കേസ്, മനസ്സിലായി. എങ്കിൽ പോലും റഹ്മാനൊരു പാർട്ടായി മാറും. അപ്പോൾ ഹി വിൽ ആൾസോ ബി ഇൻവോൾവ്ഡ്. അപ്പോൾ റഹ്മാനാണെങ്കിൽ ഭയങ്കര ഒരു ഹൈപ്പ് കിട്ടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നാൽ അത് കുഴപ്പമാവും. ഹിസ് മദർ ആക്ച്വലി റിക്വസ്റ്റഡ് മീ, നമ്മൾക്കത് ദയവ് ചെയ്ത് അത് ഒന്നാമത് അവർ വേറെ ഈ ഒരു ബിസിനസ്, സം നോർത്ത് ഇന്ത്യൻ പീപ്പിൾ
അവരൊക്കെ ആയിട്ട് നമ്മൾക്ക് ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. ദേ ആർ വെരി ടഫ് ഗൈസ് എന്നൊക്കെ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തി സ്നേഹപൂർവ്വം. അങ്ങനെ അത് അത് മാത്രമല്ല, റഹ്മാൻ ഉടനെ തന്നെ എല്ലാ മലയാള തമിഴ് പത്രത്തിലും എഴുതി ഇത് അന്തിമാല ഈ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മലയാളത്തിലെ മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചൻ. ഹി ഗേവ് എ നോട്ടീസ്. ഔസേപ്പച്ചൻ സ്വന്തം മകനെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടായിട്ടും ഔസേപ്പച്ചൻ വിട്ടില്ല. അവനെങ്ങനെയെങ്കിലും ഈ കലാമേഖലയിൽ പ്രവർത്തിച്ചാൽ മതി എന്നുള്ളതാണ്. ഔസേപ്പച്ചനാണെങ്കിൽ അവനെ നിന്ന് പഴക്കാൻ സമ്മതിക്കില്ല. ചിലർ ചോദിക്കുന്നത് അപ്പൻ്റെ ബാധ കൂടിയോ ഔസേപ്പച്ചൻ? പപ്പയ്ക്ക് രണ്ട് കാര്യത്തിൽ ഒരു കാര്യം ചൂസ് ചെയ്യാൻ പാടുള്ളൂ. വെദർ ഇറ്റ് ഈസ് മ്യൂസിക് ഓർ ഫാമിലി, വാട്ട് വിൽ യു ചൂസ്? അത് അമ്മയ്ക്ക് വേണ്ടി ചോദിച്ചൊരു ചോദ്യം കേട്ടോ. ഒരു വല്ലാത്ത ചോദ്യം. അവൻ വളർന്നിരിക്കണു. ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അപ്പന്മാരും മക്കളെ പേടിക്കണം. അതെ, പേടി തുടങ്ങേണ്ട സമയമായിരിക്കണം ഔസേപ്പച്ചൻ. ആ ചോദ്യത്തിൽ മനസ്സിലാവുന്നുണ്ട്. ഇത് നമ്മൾ ചൂസ് ചെയ്താ ചോദിക്കണേ. അതെ അതെ, ആരെ ചൂസ് ചെയ്യും? അതിലൊരു അധികാരത്തോടു കൂടിയുള്ള ചോദ്യമാണത്. ഉത്തരം പറഞ്ഞിരിക്കണമെന്ന് വിളിക്കരുത്, ഇഷ്ടമുണ്ട്. അതെ അതെ, ഉത്തരം അതിന് ബുദ്ധിമുട്ടില്ലല്ലോ. എനിക്ക് എൻ്റെ ലൈഫിൽ സംഗീതമില്ലാത്തൊരു കുടുംബവുമില്ല, കുടുംബമില്ലാത്തൊരു സംഗീതവും ഇല്ല. അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് തന്നെ ഔസേപ്പച്ചനെ വിടാൻ പോവുകയാണ്. അത്ര നയന്ത്ര ജാതി. ഇത് വേർതിരിക്കാൻ പറ്റാത്ത അത്രയും. ഇത് ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം എൻ്റെ ഒരു പാട്ടിൻ്റെ സൃഷ്ടി തുടങ്ങി അവസാനം വരെ എൻ്റെ ഫുൾ കുടുംബം എൻ്റെ കൂടെയുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഔസേപ്പച്ചൻ്റെ കുടുംബമാണോ ആദ്യം അല്ലെങ്കിൽ സംഗീതമാണോ ആദ്യം എന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ അഗാധതയിൽ സംഗീതമെന്ന് ഔസേപ്പച്ചൻ പറയും. സംഗീതത്തെ വരിച്ച ശേഷമല്ലേ കുടുംബത്തെ ഉണ്ടായത്. അതെ, ഒരുപക്ഷെ മകന് വിഷമം വരാതിരിക്കാൻ വേണ്ടിയാണ് ഔസേപ്പച്ചൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ മകൻ്റെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് പോലും സംഗീതത്തെ വിട്ടിട്ട് പെണ്ണ് കാണാൻ പോലും പോകാത്ത ആളാണ് ഈ ഔസേപ്പച്ചൻ. ശരിയല്ലേ ഔസേപ്പച്ച? സാഹചര്യം അങ്ങനെ വന്നു. സാഹചര്യമാണ് സംഗീതം. നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു പാട്ട് ഔസേപ്പച്ചൻ പാടിക്കൊണ്ട് നമുക്ക് അവസാനിക്കും. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. നിഴൽ തീര തീര തര തര